ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. രാവിലെ മത്തി കിട്ടിയേ 300 രൂപ. 240 എന്നാണ് പറഞ്ഞത്, പക്ഷേ കൊടുത്തു വിട്ട് ബില്ല് കണ്ടപ്പോഴത്തേക്കിനും ഇതേ 300 രൂപ. എനിക്ക് തോന്നുന്നു മുഴുത്ത മത്തി നോക്കി പെറുക്കി തൂക്കി ഇങ്ങനെ വിട്ടെന്ന് തോന്നുന്നു. ഓർഡർ ചെയ്യിപ്പിക്കുകയായിരുന്നു ഇവിടെ കളത്തിപ്പടിയിൽ. നല്ല മത്തിയായിട്ടോ, പലിഞ്ഞീനുണ്ട്. അപ്പോൾ ആ പലിഞ്ഞീനൊന്ന് തോരൻ വെക്കാൻ പോവാം. അപ്പം യൂട്യൂബിലൊക്കെ കണ്ട് നമ്മുടെ സാധാ കോഴിമുട്ടയും കൂടെ ഇട്ടടിച്ച് ഇങ്ങനെ അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അപ്പം പോലൊന്നുമില്ല, ഞാൻ ചിക്കി പൊരിച്ചെടുക്കാൻ പോവാം. പിന്നെ അപ്പോൾ അതൊന്ന് ചെയ്യാം. എണ്ണ ചൂടായേ. ഇതാ മത്തിയുടെ മുട്ട, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, പിന്നെ ഉപ്പ്, ഇത്രയും സംഗതി ഇട്ടു കേട്ടോ. ഓ, തേങ്ങ മറന്നുപോയി. പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, തേങ്ങ, ഉള്ളി ഇത്രയും ഇട്ടു. 2 കോഴിമുട്ട ഇട്ടു. മുട്ട കഴിക്കാൻ ഭയങ്കര മടിയല്ലേ, ഇപ്പം മീനിൻ്റെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേ. വേണ്ടേ, തീ കുറച്ച് വെച്ച് നല്ല ചിക്കി എടുക്കാം. നല്ലതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്നലെ ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കി. പക്ഷേ അതിനകത്ത് ഇച്ചിരി കടലമാവും മൈദാമാവും ഇട്ടത് കൂടിപ്പോയി. കടലമാവ് കൂടരുത്, മൈദാമാവ് 3 ടേബിൾ സ്പൂൺ ഇട്ടല്ലോ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കടലമാവ് മതിയായിരുന്നു. അതുപോലെ തന്നെ മാവ് വെള്ളത്തിൽ കുഴച്ച് ഞാൻ മസാലകളും എല്ലാം കൂടെ അല്ലേ വെച്ച്, അങ്ങനെയും വേണ്ട. അല്ലാതെ തന്നെ ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിയുടെ വെള്ളം ഇറങ്ങുമല്ലോ, ശകലം നീര്, അതിനകത്ത് കുറച്ച് പൊടിയിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാനിത് മാവ് വേറെ അങ്ങ് കുഴച്ച്, അതുകൊണ്ട് ഇച്ചിരി പ്രീതി ചോദിച്ചു പോലെ ഇച്ചിരി ലൂസായില്ലേയും ചോദിച്ച പോലെ കറക്റ്റ് ലൂസായായിരുന്നു. എന്നാലും ഉള്ളിവട ഉണ്ടാക്കിയപ്പോൾ നല്ല കട്ടിയിലെന്ന് വെച്ചാൽ അത് പൊടിഞ്ഞൊന്നും പോകാതെ എണ്ണയ്ക്കകത്ത് വിട്ടു പോകാതെ കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ കടലമാവ് കൂടുതലായതുകൊണ്ട് മാവ് അതിലിങ്ങനെ ശരിക്കും കാണുന്ന പോലെ പൊതിഞ്ഞിരുന്നു. ഉള്ളിയാണ് എടുത്തറിയേണ്ടത്, കാണണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ 2 മീഡിയം സവാള എടുത്തരിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും അത്രയും അരിഞ്ഞിട്ട് ഞാൻ ഇന്നലെ കാണിച്ച ആ മസാലകളിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല ശകലം, പിന്നെ നമ്മുടെ ചിക്കൻ പൗഡർ ഇത്രയും ഇട്ട് ഞാൻ തിരുമ്മി വെച്ചിരിക്കുക. ആരൻ വരുമ്പോഴത്തേക്ക് ഒരു സ്പൂണോ 2 സ്പൂണോ ഒരു 1-2 സ്പൂൺ പിന്നെ നമ്മുടെ ഇത് വേണ്ടി വരും. ഏതാ, മൈദാമാവ്. കടലമാവ് 1 സ്പൂൺ മതി. കടലമാവ് ഇടുമ്പോൾ കട്ടിയായിട്ടിരിക്കും. അതിൻ്റെ ആ ശരീരം, അതായത് വടയുടെ മേള് ഇങ്ങനെ മൈദാമാവ് പൊതിഞ്ഞിങ്ങനെ കട്ടിയില്ല, കടലമാവ് പൊതിഞ്ഞിങ്ങനെ കട്ടിയിലിരിക്കുക. എനിക്കതിഷ്ടമല്ല. എനിക്ക് ആ ഉള്ളി കാണണം. ഉള്ളിയാണ് നമ്മൾ കടിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 100 ഫോണാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ആ നോബ് ലൂസായിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാൻ, വാറണ്ടി ഉള്ളതല്ലേ, 2 വർഷം ആയില്ല എടുത്തിട്ടപ്പോൾ. പുതിയ നമ്മുടെ ഫ്രണ്ട് ലോഡ്, അപ്പം അതിൻ്റെ നോബ് ലൂസായി, വാറണ്ടിയിലല്ലേ. ഇപ്പം നോക്കാനൊരു പയ്യനെ തരും, അത് വഴി അറിയാൻ മേലാതെ വിളിക്കുക. എനിക്ക് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാനതെല്ലാം തിരുമ്മി വെച്ചിരിക്കുക. ഇനി ആരൻ വരുമ്പം മൈദാമാവും കടലമാവും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എണ്ണയ്ക്കകത്തിടാം. ഞാൻ കട്ട് ചെയ്യുവാണ്, ആ പയ്യൻ വന്നേ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഉലരട്ടെ, അപ്പോൾ ടേസ്റ്റ് വരുമല്ലോ. ഒന്ന് ഉലരട്ടെ, ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ. ഇതാകുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഇതൊരു 2 സ്പൂൺ പോലും ഇല്ലായിരുന്നു മുട്ട. മീഡിയം മീനായിരുന്നുകൊണ്ട് വലിയ മുട്ടയൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, എല്ലാത്തിലും ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ 2 കോഴിമുട്ടയും ഇതെല്ലാം കൂടി ഇട്ടപ്പോൾ നല്ല, ഉപ്പ് നോക്കിയില്ല, ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അല്ല പിന്നെ ആർക്കും തികയില്ല. ഇവിടെ ആരന് ഇഷ്ടമല്ല, തുടത്തില്ല. ബാക്കി ഞങ്ങൾക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. തീ കുറച്ച് വയ്ക്കട്ടെ, നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. നല്ല ടേസ്റ്റ്. തീ ഓഫ് ചെയ്ത് ചെരിച്ച് മൂടട്ടെ. സൂപ്പറായിട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഉള്ളിവടയുടെ ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ, കടലമാവ് അങ്ങനെ കൂടുതൽ പൊതിഞ്ഞിരുന്നുകൊണ്ട് എനിക്ക് തൃപ്തിയായില്ല. അപ്പോൾ ഇന്ന് ഞാൻ കറക്റ്റ് ഉള്ളി മാത്രം ഇങ്ങനെ കാണുന്ന പോലെ ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുക. ഇന്നിനിയിപ്പോൾ ആ മത്തി
വറുക്കാൻ അരച്ച് പുരട്ടണം. ഇന്നലത്തെ സാമ്പാറുണ്ട്, പച്ചമോരുണ്ട്, മതി. തോരനൊന്നും വേണ്ട, ഇതുണ്ടല്ലോ തോരൻ. അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ. നിങ്ങളെ മടിപ്പിക്കാതിരിക്കാനായി ചെറിയ ചെറിയ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാ ദിവസവും പാചകമൊക്കെ ഇടാം കേട്ടോ.